ഹലോ ഡിയേഴ്സ്, ഇന്നത്തേത് നല്ലൊരു ഉപ്പേരിയുടെ റെസിപ്പിയുടെയാണ് കാണിച്ചു തരാൻ പോണത്. ഇതിൻ്റെ ഈ ചീര കണ്ടോ നിങ്ങൾ? ചീര കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ. നല്ലൊരു പിങ്കിഷ് ആയിട്ടുള്ള കളറുള്ള തണ്ടുമാണ് വരുന്നത്. നല്ല ഗ്രീൻ ആയിട്ടുള്ള ഇലയാണ്. എന്ത് ഭംഗിയാണെന്നറിയോ കാണാനായിട്ട്. അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ടാണ് ഇന്ന് ഉപ്പേരി ഉണ്ടാക്കുന്നത്. മേമയുടെ വീട്ടിൽ അച്ഛനും അമ്മയും പോയ സമയത്ത് മേമ കൊടുത്ത് വിട്ടിട്ടുള്ളതായിരുന്നേ. അപ്പോൾ കുറച്ച് അവർ ഉപ്പേരി വെച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളത് വെച്ചിട്ടാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? സാധാരണ ഉപ്പേരി ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. എന്നാലും ഇതിൻ്റെ ടേസ്റ്റ് എനിക്കറിയില്ല. അപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പറയാം. സുന്ദരി ചീര എന്നാണ് കേട്ടോ ഇതിന് പേര് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പം ശരിക്കും കാണാൻ വേണ്ടിയിട്ട് നല്ല സുന്ദരിയാണ്, നല്ല രസമുണ്ട്, ഭയങ്കര ക്യൂട്ടാണ്. അപ്പം ടേസ്റ്റ് സാധാരണ പോലെ തന്നെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നത്. പക്ഷെങ്കിൽ എനിക്കറിയില്ല. അപ്പം ഞാനൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം കേട്ടോ. ഉപ്പേരി വയ്ക്കാനായിട്ട് നമുക്ക് ചീരേൻ്റെ ഇല ആദ്യം തന്നെ കഴുകി നന്നായിട്ട് വൃത്തിയാക്കുക. ഓരോ ഇല എടുത്തിട്ട് നന്നായിട്ട് കഴുകിയതിന് ശേഷം നമുക്ക് മുറിച്ചെടുക്കണം. അതിനിങ്ങനെ അട്ടിക്ക് വെച്ച് കൊടുക്കുക കേട്ടോ. അടിയിലൊരു 3-4 നിരത്തി വെച്ചിട്ട് അതിൻ്റെ മേലെ ഇങ്ങനെ എല്ലാം കൂടെ വെച്ചിട്ട് അവസാനം ഇതാ കൂടെ ചുരുട്ടി പിടിക്കുക. അതിന് ശേഷം ചെറുതാക്കി മുറിച്ചെടുക്കുക കേട്ടോ. ഈ കളർ കോമ്പിനേഷൻ കാണുമ്പോൾ തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ പിങ്കും ഗ്രീനും നല്ലൊരു കോമ്പിനേഷനാണല്ലോ. ഈ പ്രകൃതി തന്നെയാണല്ലോ നമുക്ക് ഡ്രസ്സിനൊക്കെ കളർ കോമ്പിനേഷൻ കാണിച്ചു തരുന്നതെന്ന് എപ്പോഴും തോന്നിയിട്ടുണ്ട്. അത് ഭയങ്കര കറക്റ്റായിട്ടുള്ളൊരു കാര്യം തന്നെയാണല്ലോ അല്ലേ. അപ്പോൾ ഇതിങ്ങനെ ചെറുതാക്കി മുറിച്ചെടുക്കുക കേട്ടോ. ഇങ്ങനെ പിടിക്കുന്ന സമയത്ത് നമുക്ക് ചെറുതായിട്ട് മുറിച്ചെടുക്കാൻ പറ്റും. അല്ലാതെ എല്ലാം കൂടെ വാരി പിടിച്ച് പൊത്തി നമ്മൾ മുറിച്ചെടുക്കുന്ന സമയത്ത് ഇത്ര ഭംഗിയിൽ കിട്ടില്ല. എന്ത് ഭക്ഷണം ഉണ്ടാക്കുകയാണെങ്കിലും നമ്മളത് ഭയങ്കര ഒരു ഭംഗിയായിട്ട് ഉണ്ടാക്കുന്ന സമയത്ത് അതിന് ടേസ്റ്റും കൂടുന്നതാണ് എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് ചീരേൻ്റെ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ ഞാനിത് ജസ്റ്റ് മുറിച്ചെടുത്തിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ പിങ്ക് കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് കുറച്ച് സാധനങ്ങളാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 3-4 വെളുത്തുള്ളിയാണ്, അത് മുറിച്ചെടുത്തിട്ടുണ്ട്. ചെറുതാക്കി മുറിച്ചെടുക്കുക, അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് തേങ്ങയാണ് കേട്ടോ. നല്ലോണം തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ തേങ്ങ ഇഷ്ടപ്പെടാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരൊരു വെല്ലുള്ളി എടുത്തിട്ട് ചെറുതാക്കി മുറിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം ഒരു പാൻ വെച്ച് കൊടുക്കുക, വെളിച്ചെണ്ണ ഒഴിക്കുക, കടുക് പൊട്ടിക്കുക. അതിനുശേഷം ഞാനിതിലേക്ക് പച്ചമുളക് ചേർക്കുന്നില്ല കേട്ടോ. ഉണക്കമുളകാണ്, നമ്മളെ വറ്റൽ മുളകില്ലേ, അത് ചെറുതാക്കി മുറിച്ചിട്ട് 2 ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം അതും കൂടെ ചേർത്ത് അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് മുറിച്ച് വെച്ചിട്ടുള്ള ചീരയും കൂടെ ഇതിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ചീരേൻ്റെ ഇതൊന്ന് എല്ലാ സ്ഥലത്തും ആ വെളിച്ചെണ്ണ ഒന്ന് എത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ അപ്പം തന്നെ ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടെ ഞാൻ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് വെച്ചിട്ടുള്ളതായിരുന്നു കേട്ടോ. ആ ബൗളിലേക്ക് ആ വീഡിയോ ജസ്റ്റ് സ്കിപ്പായിപ്പോയി, കട്ടായിപ്പോയി. അതുകൊണ്ടാണ് നമ്മളത് ചോറൊക്കെ ഡൈനിങ് ടേബിളിൽ കൊണ്ടുവച്ചിട്ട് അതിന് ശേഷം വന്നിട്ട് ഉണ്ടാക്കായാലും മതി കേട്ടോ. അപ്പം തന്നെ നല്ലൊരു ആ ഒരു ചൂടിൽ എന്ത് സാധനമാണെങ്കിലും കുക്ക് ചെയ്ത് ആ സമയത്ത് തന്നെ കഴിക്കുമ്പോൾ ഭയങ്കര ഒരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഉപ്പേരിയൊക്കെ എന്തായാലും ഈ ചീരേൻ്റെ ഉപ്പേരിയൊക്കെ ഒരുപാട് വേവും വേണ്ട ആവശ്യമില്ല. ജസ്റ്റ് അതൊന്ന് വാടി ഇതായി വരുമ്പോഴത്തേക്കിനും നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കിനെ. താങ്ക് യു. അപ്പം സുന്ദരി ചീരേൻ്റെ ടേസ്റ്റും സാധാരണ ചീരേൻ്റെ ടേസ്റ്റ് പോലെ തന്നെയാണ് കേട്ടോ. പക്ഷേ ഇത് കാണുന്ന സമയത്ത് പെട്ടെന്ന് അങ്ങ് തീർന്നു പോകും. കഴിച്ചിട്ട് അത്ര മാത്രമേ ഉള്ളൂ. താങ്ക് യു.